രാജ്യമെമ്പാടും നടപ്പിലാക്കി വരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കുറഞ്ഞത് 100 പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുക, അതിൽ നിന്ന് വരുമാനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ജനപ്രിയ പദ്ധതിയാണിത്. വർഷങ്ങൾക്ക് മുൻപേ നടപ്പിലാക്കി വരുന്ന ഈ സ്കീമിൽ 2025 പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നമുക്കിനി മുതൽ ലഭിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 400 രൂപ വരെയുള്ള അടിസ്ഥാന ശമ്പളമായിരിക്കും, പ്രതിദിന വേതനമായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ 100 പ്രവൃത്തി ദിനങ്ങൾ വരെയാണ് മാക്സിമം ലഭിക്കുന്നത് എങ്കിൽ ഇനി 150 മുതൽ 200 പ്രവൃത്തി ദിനങ്ങൾ വരെ നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിനോട് പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ വന്നുചേർന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച പ്രധാന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നിലവിൽ ജീവിത ചെലവുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും സാധാരണക്കാർക്ക് ഒരു മിനിമം വേതനം ഉറപ്പാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സജീവ അംഗങ്ങൾക്ക് തൊഴിൽ കാർഡ് എടുത്ത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ആനുകൂല്യത്തിൻ്റെ നിരക്കിൽ മാറ്റം വരുത്തണമെന്നാണ് ഇപ്പോൾ പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത്. നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 346 രൂപയോളമൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുകയിൽ ഒരു 20 മുതൽ 25% വരെയൊക്കെ വർധനവ് ചിലപ്പോൾ ഉണ്ടായേക്കും. ഇനി അതോടൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകദേശം 370 മുകളിലൊക്കെയാണ് അവിടെ ലഭിക്കുന്നത്. അതിനി 400 മുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, 100 പ്രവൃത്തി ദിനങ്ങളാണ് മുൻപ് നമുക്ക് ലഭിച്ചിരുന്നത് എങ്കിൽ ഇനി വിവിധ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരവും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിനുള്ള അവസരവും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ഏകദേശം ചുരുങ്ങിയത് 180 ദിവസം മുതൽ 200 ദിവസം വരെ നമുക്ക് ചെലവഴിക്കാൻ, അതായത് പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു സാവകാശവും കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകും. ഇത് സംബന്ധിച്ച പ്രധാന നിർദ്ദേശം ഇപ്പോൾ പാർലമെന്ററി സ്ഥിരം സമിതി സമർപ്പിച്ചു കഴിഞ്ഞു. 2025 മുതലായിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ, അതായത് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാനുള്ള ഒരു അവസരവും ഒരുക്കി തരുന്നുണ്ട്. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ തൊഴിലുറപ്പ് വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. തൊഴിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രവർത്തികൾ ഉറപ്പു നൽകുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ വരുമാനം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, പദ്ധതിയിലുള്ളവർക്ക് സംസ്ഥാന സർക്കാരും പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. 2025 ഈ ക്ഷേമനിധി പദ്ധതി നിലവിൽ വരികയും ചെയ്യും. ഇങ്ങനെ ഈ പദ്ധതി കൂടി വന്നു കഴിയുമ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1600 കുറയാതെയുള്ളൊരു പെൻഷൻ മാസാമാസം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന്, പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ പ്രസവാനന്തര സഹായം, ഇനി അതോടൊപ്പം തന്നെ മറ്റ് ഇൻഷുറൻസ് പരിരക്ഷകളായിട്ട് ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അംശാദായം അടയ്ക്കേണ്ട ആവശ്യം കൂടി ഉള്ളതുകൊണ്ട് ചെറിയൊരു അംശാദായം നമ്മളുടെ പക്കൽ നിന്നും ചിലപ്പോൾ അടയ്ക്കേണ്ടതായി വന്നേക്കാം. എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 50 രൂപ മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും. തുല്യവിഹിതം സംസ്ഥാന സർക്കാർ നമ്മളുടെ പേരിൽ നിക്ഷേപിച്ച് അവസാനം നമുക്ക് 60 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ നിശ്ചിത പ്രായപരിധി എത്തിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു പ്രത്യേക ബോണസായിട്ട് അല്ലെങ്കിൽ പ്രത്യേക പെൻഷൻ ആനുകൂല്യങ്ങളായിട്ടൊക്കെ നൽകുന്ന പദ്ധതികൾ കൂടി നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.